എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമന കുട്ടൻ നീ. നിന്നോടുള്ളൻ സ്നേഹം അവർണ്ണനീയം, നിന്നോർമ്മ എന്നുള്ളില ചഞ്ചലവും. തിരസ്കരിക്കപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11 വ്യക്തമാക്കുന്നുണ്ട്. നീ തിരസ്കരിച്ചാലും തിരസ്കരിക്കാത്ത സ്നേഹമാണ് ദൈവം. നീ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് ദൈവം. നീ തള്ളിക്കളഞ്ഞാലും നിന്ദിച്ചാലും അവിടുത്തെ സ്നേഹം നിന്നോട് കൂടെ എപ്പോഴുമുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 11 അധ്യായത്തിൽ ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു എന്ന് വചനം പറയുന്നു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ നയിച്ചു. കഷ്ടതയുടെയും നിലവിളിയുടെയും ദുരിതങ്ങളുടെയും ആ കയത്തിൽ നിന്ന് ദൈവം നിന്നെ നയിച്ചപ്പോഴും, ഈജിപ്തിൻ്റെ സൈന്യത്തിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തി ചെങ്കടൽ കടത്തി തേനും പാലും ഒഴുകുന്ന കാനായിലേക്ക് നയിച്ചപ്പോഴും ദൈവത്തെ നീ തിരസ്കരിച്ചു. നീ ബാൽദേവന്മാർക്കും നീ മറ്റുള്ള ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾക്കും ധൂപമർപ്പിച്ചു പോന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തിരുവചനം വ്യക്തമാക്കപ്പെടുന്നുണ്ട്. വചനം 11:3 പറയുന്നത്, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാ. ആരാ എഫ്രായിം? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിൽ 20 വാക്യം പറയുന്നുണ്ട്, എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. എത്ര സ്നേഹം, എത്ര വാത്സല്യമാണ് ദൈവം നമ്മോട് കാട്ടുക. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെയും നിന്നെയും നടത്തിയതും എന്നെയും നിന്നെയും സംരക്ഷിച്ചതും എന്നെയും നിന്നെയും വളർത്തിയതും പരിപാലിച്ചതുമെല്ലാം ഈ ദൈവമല്ലേ? തിരുവചനം പറയുന്നുണ്ട്, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണ് എന്നവരറിഞ്ഞില്ല. നാം പലപ്പോഴും ചിന്തിക്കാറില്ലേ, വിചാരിക്കാറില്ലേ, ഞാൻ ഈ ലോകത്ത് ജനിച്ചു വീണിട്ടും ഞാൻ നടന്നു, ഞാൻ വളർന്നു എന്ന്. ആരാ നമ്മളെ നടത്തിയത്? ആരാ നമ്മളെ വളർത്തിയത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 9 മാസവും 9 ദിവസവും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ ഈ ലോകത്തിലേക്ക് ഭൂജാതനാകുമ്പോൾ, 2-3 മാസം കഴിയുമ്പോൾ നീ കമിഴുന്നു, 4 മാസമാകുമ്പോൾ നീ ഇഴയുന്നു, 5-6 മാസമാകുമ്പോൾ നീ ഇരിക്കുന്നു, 7-8 മാസമാകുമ്പോൾ നീ പതുക്കെ ഭിത്തിയിൽ പിടിച്ച് എഴുന്നേൽക്കുന്നു, 9-10 മാസമാകുമ്പോൾ ഉറയ്ക്കാത്ത പാദവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിന്നെ നടത്തുന്ന എൻ്റെ ഒരു അമ്മയുടെ സ്നേഹമില്ലേ? ഒരു നിമിഷം അമ്മയുടെ കരം വിട്ട് നീ വീഴാൻ പോകുമ്പോൾ അമ്മ വാരി പുണർന്നെടുക്കുന്നില്ലേ? അതിനേക്കാൾ എത്രയോ സ്നേഹമാണ് മക്കളെ ദൈവത്തിന് നിന്നോടുള്ളത്. ഒരമ്മയേക്കാൾ കരുതലുള്ള സ്നേഹം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49 അധ്യായത്തിൽ 15 വാക്യത്തിൽ സിയോൻ പറയുന്നില്ല, കർത്താവേ നീ എന്നെ ഉപേക്ഷിച്ചു. അവിടുന്ന് എന്താ പറഞ്ഞത്? മുലകുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തന്നെ കുഞ്ഞിനോട് കരുണ കാട്ടാതിരിക്കും. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിലെഴുതി സൂക്ഷിക്കുന്നു. അത്രയ്ക്ക് കരുണ കാട്ടിയ ഒരു ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43:1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നീ വീഴാൻ പോയപ്പോൾ താങ്ങിയെടുത്തതും നിന്നെ മാറോട് ചേർത്ത് പിടിച്ചതുമൊക്കെ ആ ദൈവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ നടത്തിയത് ആ ദൈവമാണ്. നമ്മളെ വഹിച്ചത് ആ ദൈവമാണ്. നമ്മളെ വളർത്തിയത് ആ ദൈവമാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ സ്വയം വളർന്നു എന്ന് നീ ചിന്തിക്കരുത്. നമുക്കറിയാമല്ലോ, എത്രയോ സഹോദരങ്ങൾ പോളിയോ ബാധിച്ചൊന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഇന്നും തളർന്നവശരായിട്ട് അവരിങ്ങനെ കിടക്കുമ്പോൾ ഞാനിന്ന് എഴുന്നേറ്റ് നടക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അത് ദൈവത്തിൻ്റെ ഒരു കരുണ മാത്രമാണ്. നിനക്ക് വേണ്ടി വഴിയരികിൽ കണ്ണും നട്ട ആ ദൈവം കാത്തിരിക്കുന്നു. നീ എത്ര പാപം ചെയ്ത് കടന്നു പോയാലും ഉപേക്ഷിക്കാതെ നിനക്ക് വേണ്ടി ആ ദൈവം ഓരോ ദിനവും നിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നു.
നീ തിരസ്കരിച്ചാലും നിന്ദിച്ചാലും ഉപേക്ഷിച്ചാലും കുന്തം കൊണ്ട് അവിടുത്തെ വിലാവിൽ കുത്തിയാലും അവിടുത്തെ ശിരസിൽ മുൾക്കിരീടം വച്ചു കൊടുത്താലും അവിടുത്തെ കരങ്ങളിലും പാദങ്ങളും ആണികളെ തറയ്ക്കപ്പെട്ടാലും അവിടുത്തെ കുരിശിൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ പിടിച്ചു തള്ളി 3 വട്ടം നീ നിലത്ത് വീണ് മുട്ടുകൾ പൊട്ടിപ്പോയാലും, പ്രിയപ്പെട്ട മകനെ മകളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ തണലിൽ നിന്നും ഒരിക്കലും നീ അകന്നു പോകരുത്. പിന്നെ നിൻ്റെ ജീവിതം വാടിപ്പോകും. അതിനാൽ ആ മുറിവേറ്റ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ്സ് നമിക്കാം.